ഉണ്ട്, പലതും കാണുന്നുണ്ട്. അതിപ്പോൾ എന്ത് ചെയ്യുമ്പോഴും ഉണ്ടാവുമല്ലോ. അങ്ങനെ വരേണ്ട കാര്യമില്ല. മുസ്ലിം ആയതുകൊണ്ട്, ഞാൻ ക്രിസ്ത്യാനിയാണ്, പക്ഷെ എനിക്ക് പ്രത്യേക ജാതി മതമൊന്നുമില്ല. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്നു, മനുഷ്യമതമുള്ളൂ. അപ്പോൾ ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും അങ്ങനെ ഒന്നും നോക്കിയിട്ടല്ല, നിരപരാധിയാണ് എന്നറിഞ്ഞതുകൊണ്ട് നമ്മൾ ഇറങ്ങി. നിമിഷപ്രിയ ആയാലും ഏത് നിമിഷത്തിലാണെങ്കിലും നല്ലതാണ്, ജനുവിനാണെങ്കിൽ അതിലേക്ക് ഇറങ്ങുക എന്നുള്ളൂ. തീർച്ചയായിട്ടും മുസ്ലിമിന് വേണ്ടി ഇറങ്ങി, മുസ്ലിം എന്നുള്ളതല്ല, മനുഷ്യന് വേണ്ടി ഇറങ്ങി. നാളെ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ആർക്കായാലും ജനങ്ങൾ ഒന്നിക്കും. കാരണം ഇവിടെ ഒന്നിച്ചിട്ടുണ്ട്. മുസ്ലിംസ് മാത്രമല്ല, ഭൂരിപക്ഷം മുസ്ലിംസ് ആണെങ്കിലും എല്ലാവരും പലരും ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് ഫണ്ട് വന്നിട്ടുണ്ട്, ഞാൻ യൂറോപ്പിൽ നിന്ന് കൈ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കണക്ഷൻസ് അനുസരിച്ച് ഗൾഫ് പല രാജ്യത്തുനിന്നും ഫണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ജെന്യൂനായിട്ടുള്ളൊരു കാര്യത്തിന് നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ തരും, സപ്പോർട്ട് ചെയ്യും. അത് മലയാളികളുടെ ഒരു ഐക്യവും അതിൻ്റെ ഒരു സെക്യൂരിറ്റിയാണ് മലയാളികളുടെ, കേരളത്തിൻ്റെ എന്നൊരു സെക്യൂരിറ്റി ലോകത്ത് എവിടെ പോയാലും മലയാളികൾക്ക് ഉണ്ടാവണം. നിങ്ങൾ എവിടെ പോയാലും ജെന്യൂനായിട്ടുള്ളൊരു കാര്യത്തിന് മലയാളികളുണ്ട്. നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട് എന്നുള്ള ഒരു മെസ്സേജും ആ ഒരു കോൺഫിഡൻസിൽ മലയാളികൾക്ക് ഏത് രാജ്യത്തും ജീവിക്കാവുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത് നല്ലതാണ്. എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ അതിന് വേണ്ടിയിട്ട്. ഒരുപാട് വരുന്നുണ്ട്. അല്ലെങ്കിലും ഇതിനു മുമ്പ് തന്നെ ഒരു 7000 അപ്ലിക്കേഷൻസ് എടുക്കുന്നുണ്ട് ഈ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ. ഇപ്പോൾ പുതിയതായിട്ടൊരു ഇത് തുടങ്ങിയിട്ടുണ്ട്, ബോച്ചേറ്റി ഇൻസ്റ്റഗ്രാമിലൂടെയാണ് സഹായങ്ങൾ, അപ്ലിക്കേഷൻസ് എടുക്കുന്നത്, അപേക്ഷകൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ആദ്യം തന്നെ ഈ 7000 അപ്ലിക്കേഷൻ കവർ ചെയ്യണമെങ്കിൽ 5000 കോടി രൂപയാണ്. അതൊന്നും നമ്മളെ കൊണ്ട് പറ്റണത് ആദ്യമല്ല. പറ്റാവുന്ന ചെറിയ ചെറിയ സഹായം ദിവസം ചെയ്യുന്നുണ്ട്. മരുന്ന്, ഭക്ഷണം, ഓപ്പറേഷൻ, അങ്ങനത്തെ ഇടയ്ക്ക് വീട് വെച്ച് കൊടുക്കും. ഇനിയിപ്പോൾ ബിസിനസ്സുകളിൽ കിട്ടുന്ന അതിനനുസരിച്ച് ഇപ്പോൾ സിനിമ വന്നാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മുഴുവനൊന്നും സാധ്യമാവില്ല, അതിനൊരു കുറവുമില്ല. ഇപ്പോൾ 7000 ഇപ്പോൾ നോക്കിയിട്ടില്ല, 10000 ആയോ 25000 ആയോ അപ്ലിക്കേഷനൊന്നും നോക്കിയിട്ട് തന്നെ ഇല്ല. അവർ വളരെ നന്നായിട്ട് നമ്മളെ സ്വീകരിച്ചു, അതിനുള്ള അപ്രിസിയേഷൻ തന്നു. തീർച്ചയായിട്ടും നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മുമ്പോട്ട് പോകാനുള്ള ഒരു എനർജിയും പോസിറ്റീവ് എനർജി തന്നെയാണ് അപ്രിസിയേഷൻ. ആരും അറിയാതെ ചെയ്യണമെന്നൊക്കെ പറയുമെങ്കിലും ഇതാരും അറിയാതെ ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെ തീരുമാനമാണ്. പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ അപ്രിസിയേഷൻ, പോസിറ്റീവ് എനർജി മുമ്പോട്ട് പോകാനുള്ള ഒരു ഫ്യൂവലാണ്. വളരെ നന്നായിട്ട് അവിടുന്ന് സ്വീകരിച്ചു, നല്ല സപ്പോർട്ട് തന്നെയാണ് തന്നിട്ടുള്ളത്. അല്ല, ഞാൻ അഭിനയിക്കില്ല. ഇത് അബ്ദുൾ റഹീമിൻ്റെയാണ് കഥ. ചില ഭാഗത്ത് എൻ്റെ കഥയും അവിടെ വരണം എന്ന് അഭിപ്രായങ്ങളുണ്ട്. അത് ഒന്നും തീരുമാനങ്ങളായിട്ടില്ല. ആരാണെന്നൊക്കെ ഇനി സംസാരിക്കണം. നിങ്ങൾ വല്ല സജഷൻ ഉണ്ടെങ്കിൽ 1-2 പേര് പറയൂ, അത് നോക്കാം. ബിസിനസ്സിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല. അതുപോലെ കച്ചവടമൊക്കെ അതേപോലൊക്കെ തന്നെ പോകുന്നുണ്ട്. അതിനൊന്നും നോക്കിയിട്ടില്ല, മാറ്റങ്ങളൊന്നും അങ്ങനെ വലിയ മാറ്റമൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ പോകുന്നു. അത് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് കച്ചവടമായിട്ട് ചെയ്യുക. അത് കച്ചവടത്തിൻ്റെ മാർക്കറ്റിംഗ്, സെയിൽസ് അത് അങ്ങനെ തന്നെ ചെയ്യണം. ഇതുപോലെയുള്ള തരംഗങ്ങൾ ഉണ്ടാകുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുന്നതൊക്കെ ഇങ്ങനെ വന്ന് താഴോട്ട് പോകുന്നുള്ളൂ. അതുകൊണ്ടൊന്നും കച്ചവടം സ്റ്റഡി ആയിട്ട് നിൽക്കില്ല. അത് കച്ചവടമായിട്ട് തന്നെ ചെയ്യണം. അത് ഉണ്ട്, നടക്കുന്നുണ്ട്, ഓരോ ഭാഗത്തോടെ പോകുന്നുണ്ട്. അതിപ്പോൾ ഏത് ബിസിനസ്സും പുതിയത് ഓരോന്ന് തുടങ്ങുമ്പോഴും പാരകളും ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. സിനിമാ രംഗത്ത് ഇനി മുമ്പോട്ട് ആദ്യമായതുകൊണ്ട് അറിയില്ല എങ്ങനെയുള്ള പ്രതികരണം ഉണ്ടാവുക. എന്തായാലും ഞാൻ സിനിമയിലേക്കൊന്നും പോകുന്നില്ല. ഇതിങ്ങനെ ഒരു പർട്ടിക്കുലർ സാധനം ചാരിറ്റി റിലേറ്റഡ് ചെയ്തിട്ട് നമ്മൾ പിന്മാറാന്നല്ലാതെ സിനിമ കച്ചവടത്തിലേക്ക് പോകാൻ ഇതുവരെ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മുടെ ഒരു ഫീൽഡല്ല. സിനിമ കാണാൻ ഇഷ്ടമാണ്. ഒരുവിധം എല്ലാ സിനിമകളും കാണും തിയേറ്ററിൽ പോയിട്ട്. ഉണ്ട്, എല്ലാവരും ഉണ്ട്. ജോയി കൈതാനൊക്കെ ഉണ്ട്, മുമ്പോട്ട് പോകുന്നുണ്ട്. ഓക്സിജൻ സിറ്റി
തട്ടിപ്പാന്നാ പറയണേ. എന്താ കാര്യം എന്ന് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. ഞാൻ 62 ഏക്കർ ഭൂമി കാശ് കൊടുത്ത് വാങ്ങി. അതിൽ ആരും പാർട്ട്നേഴ്സോ ആരുടെയും ഇൻവെസ്റ്റ്മെന്റ് പോലും ഇല്ല. ഒരു 50,000 സ്ക്വയർ ഫീറ്റ് പണിതുണ്ട്. ഇനി നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പണിയോ. പല പല ഭൂമികളും നമ്മൾ വാങ്ങണം. പക്ഷെ അത് പണി തീർന്നില്ല. എൻ്റെ ഭൂമിയിൽ നമ്മൾ പറഞ്ഞ പ്രോജക്റ്റ് വൈകിപ്പോയി, അതുകൊണ്ട് അത് തട്ടിപ്പാന്ന്. എന്ത് തട്ടിപ്പാണെന്ന് മനസ്സിലായി. അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ട്. സോ ഓക്കെ, താങ്ക് യു വെരി മച്ച്. പിന്നെ ഒരു നന്ദി പറയാനുണ്ട്. ഇതിൽ ഏറ്റവും അധികം നന്ദി പറയേണ്ടത് മീഡിയയോടാണ്. കാരണം നമ്മൾ ഈ തെണ്ടാൻ പോകുമ്പോൾ കൈ നീട്ടുമ്പോൾ ഇതൊക്കെ തരണേന് ജനങ്ങളിലേക്കുള്ള ഇത് എത്തിച്ചു, അവയർനെസ് ജനങ്ങളിലേക്ക് ഈ സ്പീഡിൽ ഇത് എത്തിച്ചു. അതിന് മീഡിയ ശരിക്കും സപ്പോർട്ട് ചെയ്തു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളെ കണ്ട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അരമണിക്കൂർ അയാളുടെ അടുത്ത് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴും തിരുവനന്തപുരത്ത് നിന്ന് പോരാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോഴേക്കും ഇതിനെക്കുറിച്ച് പറയുമ്പോഴേക്കും ജനങ്ങൾക്ക് അറിയാം, പറയാൻ തുടങ്ങുമ്പോഴേക്കും അറിയാം. അതുകൊണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചു. അത് മീഡിയ ആണ്. അതിൻ്റെ ജഡ്ജ്മെന്റ് നിങ്ങളാണ് നടത്തിയത്. ഈ നിങ്ങളുടെ തൂലിക ചലിച്ചത് കൊണ്ടാണ്, അതിലൂടെയാണ് ഈ ജഡ്ജ്മെന്റ്. ഇതിൻ്റെ രക്ഷ മീഡിയ സപ്പോർട്ട് തന്നെയാണെന്ന് ഒരു സംശയമില്ല. അല്ലാതെ ഇമ്പോസിബിൾ. നമ്മളൊക്കെ ഇറങ്ങിയാലും അതിന് ഇത് കിട്ടണ്ടേ, സപ്പോർട്ട് കിട്ടണ്ടേ. ദാറ്റ്സ് എ റിയൽ സപ്പോർട്ട് ഫ്രം മീഡിയ. ഒരു മോർ ദാൻ 50% ഇതിൻ്റെ സപ്പോർട്ട് വന്നിട്ടുള്ളത് മീഡിയ തന്നെയാണ്. ഇത് ഷാറൂഖ് ഖാൻ PA ആണ്. പുള്ളി സിനിമയുടെയൊക്കെ താല്പര്യമുള്ളതാണ്. ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും കൂടെ ഇതിൽ കൂടെ കയറി ഇതാണ്. അപ്പോൾ